ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ഒരു എക്സാമിൻ്റെ ആവശ്യത്തിന് സ്റ്റുഡൻസുമായിട്ട് ചെന്നൈഗൗഡ കോളേജിലോട്ടാണ് പോകുന്നത്. കോളാറ് ഒരു ഉള്ളേരിയയിലോട്ടുള്ള കോളേജാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ അത് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നമ്മൾ ആവശ്യമുള്ള ഡ്രസ്സസും സാധനങ്ങളൊക്കെയാണ് അത് ഞാൻ ഓൾറെഡി ഒതുക്കി വെച്ചു. പിന്നെ ഒരു ബെഡ്ഷീറ്റ്, ഒരു പുതപ്പ് അതൊക്കെ എടുത്തിട്ട് ഒതുക്കി വെച്ചു. ഗ്ലാസ്, പ്ലേറ്റ്, ഇത്രയും കാര്യങ്ങൾ, പില്ലോ കവറ്, പിന്നെ ഒരു ബുക്ക്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കണമെങ്കിലൊക്കെ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ഈ കമ്പാർട്ട്മെൻറ്റിൽ ചീർപ്പൊക്കെ വെച്ചു. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് പാഡ്, അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങൾ, ഒരു മോയ്സ്ചറൈസർ ക്രീമുണ്ട്, ഷാംപൂ, പിന്നെ ഇതിൽ ഞാൻ ആവശ്യമായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ്. മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ വല്ലാണ്ട് അവിടെ നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ അതിനൊരു ക്രീം, ഓയിൻമെൻറ്റുകൾ, എന്തെങ്കിലും അലർജിയൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഓയിൻമെൻറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, മെഡിസിൻസൊക്കെ ഇതിൽ വെച്ചു. ഇത് നമ്മളുടെ കാല് എഴുതാൻ പറ്റിയ ഫുഡ് ബ്രഷാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ബാത്റൂമിലിട്ടിട്ട് തന്നെ ആവും കുളിക്കലും മലക്കലൊക്കെ. അപ്പോൾ നമുക്ക് വേറെ കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് വേണം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചു. പിന്നെ ഇനി കുറച്ച് സ്നാക്സ് ഐറ്റംസ് ആണ്. കാരണം അവിടെ എടുത്ത് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ദൂരത്തിൽ കടകളൊന്നുമില്ല. അപ്പോൾ പോയി പർച്ചേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു സ്നാക്സ്, എന്നാൽ ഒരുപാട് വെയിറ്റ് ആവും ചെയ്യരുത്, എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു മാസത്തിന് അടുപ്പിച്ച് നമ്മളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പാക്കേജ് ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചുതരാം. ഇത് നോക്കൂ, ഇത് പീനട്ടാണ്. ചെറിയൊരു പാക്കേജ് നമുക്ക് കൊണ്ടുപോകാൻ ക്യാരി ചെയ്യാൻ എളുപ്പമുള്ള. അതേപോലെ മൂങ്കാല്, 2 പാക്കറ്റ്. ഇങ്ങനത്തെ മൂങ്കാലിൽ തന്നെ ഒരു വലിയ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഒരു കേക്ക്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, കിറ്റ്കാറ്റ്, മഞ്ച്, അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചു. ചെറിയൊരു സ്നാക്സ് ആണിത്. വേപ്പേഴ്സ്, പിന്നെ ലോട്ടോ ചോക്കോ പീസ്, ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സുകൾ ഒരു ടൈമിൽ എടുത്ത് അത് മുഴുവനാക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ. നമുക്ക് പൊട്ടിച്ച് വെച്ചാൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ വേഫേഴ്സ് തന്നെ പല ടൈപ്പ്, പിന്നെ ഒരു ഫാൻറ്റാസിൻ്റെ ബിസ്ക്കറ്റ്. പിന്നെ സ്നാക്സൊക്കെ നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തീരുമല്ലോ. അപ്പോൾ പിന്നെ ഇത് വലിയ കേടും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് മേടിച്ചു, കുറച്ചു ഗ്രേപ്സ് മേടിച്ചു. ഡ്രൈ ഗ്രേപ്സ് ആണ്, കിസ്മിസ് മേടിച്ചു കുറച്ച്. ഇതുണ്ട്. പിന്നെ ഒരു ബേക്കറി ആയിട്ട്, പ്യുവർ ബേക്കറി ആയിട്ട് പറയാം, നമ്മളുടെ പൂള ചിപ്സ് ആണ് കേട്ടോ, ടപ്പിയോക്കാൻ്റെ ഒരു ചിപ്സ് മേടിച്ചു. ഇത്രയും സ്നാക്സ് ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. കൂടുതൽ ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആ ക്യാൻറ്റീനിൽ പോയിട്ട് കഴിക്കാം. എന്നാലും കുറച്ച് ദിവസത്തിനൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ കഴിക്കാനൊക്കെ സുഖം. എനിക്ക് ഇഷ്ടമാണ് ഈ വേഫിൾസ്, മൂങ്കാൽ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കുറച്ച് ചെറിയ ചെറിയ സ്നാക്ക് ഐറ്റംസ്. ഒരു ടൈമിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വെക്കേണ്ട ആവശ്യമില്ല, തണുത്ത് പോയില്ലേ. അപ്പോൾ അങ്ങനത്തെ വൈകുന്നേരം ചായക്ക് എടുക്കാനോ പിന്നെ ഫ്രീ ടൈംസ് ഒക്കെ കിട്ടും അവിടെ നിന്ന്. അപ്പോഴൊക്കെ ഇരുന്ന് കഴിക്കാനോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വെച്ച് ഒരു ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്. സാധാ ബിസ്ക്കറ്റിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസാണ്. കുക്കീസ് ആണെന്നാലും കഴിച്ചു. ബിസ്ക്കറ്റ്സും ഞാൻ അധികം മേടിച്ചിട്ടില്ല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്ന സ്നാക്സ് ഐറ്റംസ്. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേറെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി വാഷ്. ഇപ്പോൾ പുറത്തോടൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മളൊരു ബാത്ത് സോപ്പ് എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒരു ബോഡി വാഷ് എടുക്കുന്നതായിരിക്കും. പിന്നെ അതിന് പിന്നെ നമ്മളൊരു സോപ്പ് വയ്ക്കിയ ഒരു കണ്ടെയ്നറോ ഒന്നും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. ഇതാകുമ്പോൾ ഒരു ബോഡി വാഷും ഒരു ലൂഫയും ഉണ്ട്. ലൂഫ ഞാൻ പിന്നെ ഇതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരു ലൂഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോഡി വാഷ് ഇത് ഞാൻ പിന്നെ സ്നാക്സിൻ്റെ കൂടെ മിക്സ് ആകാനായിട്ട് വേറൊരു കവറിൽ ഇട്ടതാണ്. പിന്നെ വൈപ്സ്, ടിഷ്യൂ വൈപ്സുകൾ, പിന്നെ കംഫർട്ടർ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് സോപ്പ് പൗഡറിൽ വെച്ചിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് എടുക്കുക ചെയ്യാം. കുറച്ച് ടൈം നമ്മൾ ആ ഹോസ്റ്റലിൻ്റെ അകത്ത് തന്നെ ഇടുന്ന ഡ്രസ്സുകളല്ലേ. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും അലക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു 2 കംഫർട്ടിൻ്റെ പാക്കറ്റ് മേടിച്ചു. പിന്നെ നമ്മൾക്ക് ഒരു പേസ്റ്റ് വേണം. പിന്നെ നന്നായിട്ട് ഡ്രൈനെസ് ഒക്കെ തോന്നിയപ്പോൾ ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഒരു പാരാഷൂട്ടിൻ്റെ കൂടി ഇരുന്നോട്ട് വിചാരിച്ചു. നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിലും അല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ കണ്ടി കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അല്ലെങ്കിലും നെസസറി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ കാണിച്ചാൽ നിങ്ങൾക്കൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ യൂസ്ഫുൾ ആവില്ല. പിന്നെ
ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ചപ്പൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇടാൻ ഒരു ചപ്പൽ, അത് ഞാൻ കവറിലാക്കിയിട്ട് ഒരു ചപ്പൽ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ചോറൊക്കെ കഴിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഇപ്പോൾ പിക്കിള്, ഒരു മാംഗോ പിക്കിള് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയത് അതുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഉണക്കൽ വറുത്തിട്ട് അത് കൊണ്ടുപോകും. ഓയിലിൽ വെച്ച് വറുത്ത് നമുക്ക് കുറേ ദിവസം കേട് കൂടാണ്ടിരിക്കും. ഈ അച്ചാറൊന്നും നന്നായിട്ട് അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് കൂട്ടുന്നത് നല്ലതല്ലല്ലോ. നമ്മൾക്ക് കർണാടക സ്റ്റേറ്റിലോട്ട് പോയാൽ നമുക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും പറ്റില്ല. ഓൾറെഡി ഞാൻ അവിടെ മുന്നേക്ക് പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അവിടുത്തെ ഫുഡാണെങ്കിൽ സ്പൈസി ആണ് കൂടുതൽ. അതും മറ്റേ നമ്മളുടെ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ സ്പൈസസ് ആണ് അവിടെ കൂടുതൽ യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു സ്പൈസിനെസ് ആണ് ഫുഡിന് മൊത്തം ഉണ്ടാവുക. അതെനിക്ക് എത്ര താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അച്ചാർ എന്തെങ്കിലും കൂട്ടുവാണെങ്കിൽ നമ്മൾ നാട്ടിലത്തെ അല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു രുചി കിട്ടുമല്ലോ. ഒരു കുപ്പി എടുത്ത് വെച്ചതാണ്. പിന്നെ ഉണക്കലുണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ്. കുറച്ച് ചോറ് കഴിക്കാൻ പറ്റും. നമ്മളുടെ ബോയിൽഡ് റൈസ് അവിടെ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഈ അച്ചാറും ഇച്ചിരി ഉണക്കലും ഉണ്ടെങ്കിൽ അവിടുത്തെ കറികളൊന്നും എടുക്കാണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് ഞാൻ. പിന്നെ നന്നായിട്ട് താരം വരും. എനിക്ക് അവിടുത്തെ വെള്ളം തട്ടി അപ്പം നന്നായിട്ട് താരം വരും. പിന്നെ ഒരു കീറ്റോകോണസോളിൻ്റെ ഷാമ്പൂ കൂടെ പാക്കിങ്ങിൽ വെക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് റെഡി ആക്കിയിട്ടുള്ളത്. ഡ്രസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊരു 3 കൂട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അതെന്നെ തിരിച്ചും മറിച്ചും ഇടാമെന്ന് വിചാരിക്കുന്നത്. ഡ്രസ്സ് ഒരുപാട് ലോഡ് കൊണ്ടുപോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ ഒരു 2 കൂട്ട് ഡ്രസ്സ്, ഒരു ലെഗിൻസ് ടോപ്പും. പിന്നെ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ഞാൻ ഒരു ജീൻസ് ടോപ്പ് ഇട്ടിട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ ബാഗിലോട്ട് വയ്ക്കുമ്പോൾ അത് വെയിറ്റ് ആവും. ഇട്ടിട്ട് പോകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ട്രോളിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ക്ലോസ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ബാഗ് എടുക്കുന്നുണ്ട്. ഈ ഒരു ബാഗിൽ ഞാൻ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഫേസ് വാഷ് ഒക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത്. ഇപ്പോൾ എവിടെയെന്നെങ്കിലും ഒക്കെ ഒന്ന് ഒരു 10 മിനിറ്റ് ബസ്സൊക്കെ നിർത്തിയിടുമ്പോൾ ഒന്ന് ഫേസ് വാഷ് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ ചെറിയ മിനി ഫേസ് വാഷ് മേടിച്ചിട്ടുണ്ട്. അത് ഇതിലിട്ടു. പിന്നെ മാസ്ക്, അതേപോലെ ഇനി ചാർജർ, ഫോണ്, നമ്മളുടെ ഹെഡ്സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലിടും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫോൺ ബസ്സിലാണെങ്കിലും ചാർജ് ചെയ്യണം ഫോൺ, എന്നിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.